പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയ അർജുൻ നായങ്കി ഒടുവിൽ കണ്ണൂരിൽ വെച്ച് പിടിയിലായി. 2 ദിവസം പോലീസിനെ ചുറ്റിച്ചതിന് ശേഷം ഇന്ന് പുലർച്ചെ 2:30 താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് നാടകീയമായി അറസ്റ്റിലാകുന്നത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒളിത്താവളങ്ങൾ മാറിക്കൊണ്ടിരുന്നപ്പോഴും പോലീസിനെ വെല്ലുവിളിച്ചും പരിഹസിച്ചും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അർജുൻ ആയങ്കി. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലെത്തിയ അർജുൻ ആയങ്കിയുടെ തൊട്ടു പിന്നിൽ വരെ പോലീസ് എത്തിയെങ്കിലും കയ്യെത്തും ദൂരത്ത് വെച്ചാണ് കൈവിട്ടുപോയത്. ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് ആയങ്കി കണ്ണൂരിലെത്തിയത്. വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനങ്കാവ് എന്ന സ്ഥലത്ത് കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ മട്ടന്നൂരിൽ, അവിടെ നിന്ന് തളിപ്പറമ്പും പയ്യന്നൂരുമായി ഒളിവിൽ കഴിഞ്ഞു. ഇന്നലെ ഉച്ചയോടെ പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ നഗരത്തിലെ താളിക്കാവിൽ, അവിടെ അഭിഭാഷകരായ ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ ഒളിവിൽ കഴിയവേ പോലീസ് സാഹസികമായി ആയങ്കിയെ പിടികൂടി. പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എല്ലാവരുടെയും കമ്പൈൻഡ് എഫർട്ടായിരുന്നു. എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫർട്ടായിരുന്നു. ADG ലോ ആൻഡ് ഓർഡർ വിജയൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആല് വെല്ലുവിളിച്ചു ഞങ്ങൾ. അറസ്റ്റിലായ ശേഷം അർജുൻ ആയങ്കിയുടെ പ്രതികരണം ഇങ്ങനെ: കടലിൽ കാണേണ്ടവരെ കിട്ടിയ പയ്യന്നൂർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. പയ്യന്നൂരിലേക്ക് അന്വേഷണം നീണ്ടത് ഒരു ഓട്ടോ ഡ്രൈവറിലൂടെ. തളിപ്പറമ്പിൽ വെച്ച് അർജുൻ ആയങ്കി സഞ്ചരിച്ച ഓട്ടോ കണ്ടെത്തി. ഡ്രൈവർക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ ആയങ്കിയെ തിരിച്ചറിഞ്ഞു. പോലീസ് അന്വേഷണം പയ്യന്നൂരിലെ ആയങ്കിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചായി. പയ്യന്നൂരിൽ നിന്ന് അർജുനെ കണ്ണൂരിലെത്തിച്ച് സുഹൃത്തിനെ പിടികൂടിയപ്പോഴാണ് ഒളിത്താവളം പോലീസിന് മനസ്സിലായത്. അതിനിടെ അർജുൻ ആയങ്കിക്ക് വേണ്ടി പണം പിരിക്കാനായി QR കോഡ് നിർമ്മിച്ചതിൽ സഹോദരൻ അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 2 സുഹൃത്തുക്കളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.